ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കുമുള്ള ഒരു വലിയ സംശയത്തെക്കുറിച്ചാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് വന്നാൽ മോണിറ്റൈസേഷൻ എപ്പോഴാണ് അപ്രൂവൽ ആകുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയറായി പറയാം. ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്താൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തതുപോലെ പെട്ടെന്ന് പൈസ വരില്ല. പലർക്കും തോന്നാറുണ്ട്, ഫോളോവേഴ്സായി, വാച്ച് ടൈമായി, ഇനിയിപ്പം പെട്ടെന്ന് ഇനി അപ്രൂവൽ വന്നതെന്ന്. പക്ഷേ ഫേസ്ബുക്ക് പറയും എന്താണ്, കാത്തിരിക്കൂ. അതിനാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്നത് ഫേസ്ബുക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഫൈനൽ റിവ്യൂ അതൊരു പോസ്റ്റ് ബട്ടൺ പോലെയാണ്, സ്റ്റോപ്പ് ബട്ടൺ അല്ല. ഇപ്പോൾ ഫേസ്ബുക്ക് എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? കണ്ടൻറ്റ്, അത് നിങ്ങളുടെ തന്നെയാണോ? പിന്നെ കോപ്പിറൈറ്റുള്ള മ്യൂസിക്, വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ റീല് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? പിന്നെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡ് പാലിക്കുന്നുണ്ടോ? ഇതൊക്കെ ഫേസ്ബുക്കിൻ്റെ സിസ്റ്റം ശാന്തമായി ഇരുന്ന് പരിശോധിക്കുന്നുണ്ട്. ഇത് നമ്മളറിയില്ല. അപ്പോഴേ വെയിറ്റിംഗ് ലിസ്റ്റ് എത്ര ദിവസം ഉണ്ടാകും എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. ഫേസ്ബുക്ക് കൃത്യമായി അത് പറയത്തുമില്ല. ചിലപ്പോൾ 7 ദിവസം, ചിലപ്പോൾ 15 ദിവസം, ചിലപ്പം 30 ദിവസം, ചിലപ്പം അങ്ങനെ പോകും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സമയത്ത് കണ്ടൻറ്റ് ക്വാളിറ്റി, അക്കൗണ്ട് ഹിസ്റ്ററി, വയലേഷൻ, ഇതെല്ലാം നോക്കിയാണ് ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായാൽ നമ്മൾ എന്ത് ചെയ്യണം. ഇവിടെ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് കരുതി കണ്ടൻറ്റ് ഇടാതിരിക്കും. അത് വലിയ കുഴപ്പമാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒറിജിനൽ കണ്ടൻറ്റ് മാത്രം. പിന്നെ കോപ്പിറൈറ്റുള്ള മ്യൂസിക്, കോപ്പിറൈറ്റ് വീഡിയോ, റീയൂസ്ഡ് വീഡിയോ, ഇതൊന്നും ഉപയോഗിക്കരുത്. ഡെയിലി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റി റൂൾസ് പാലിക്കുക. ഇത് ചെയ്താൽ ഫേസ്ബുക്കിന് ഒരു സിഗ്നൽ കിട്ടും. എന്താ, ഈ ക്രിയേറ്റർ കൊള്ളാം, സീരിയസ് ആണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ഇരിക്കുമ്പോൾ പലരും ചെയ്യുന്നതാണ്, എല്ലാ ദിവസവും പോയി ഡാഷ്ബോർഡ് തുറക്കും, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും, അപ്രൂവലായോ, സെറ്റപ്പ് വന്നോ. ഇതൊക്കെ ഫേസ്ബുക്ക് അത്ര എളുപ്പത്തിൽ സ്റ്റാറ്റസ് മാറ്റത്തില്ല. റിവ്യൂ കംപ്ലീറ്റ് ആയാൽ 2 കാര്യങ്ങളിൽ ഒന്നാകും: മോണിറ്റൈസേഷൻ അപ്രൂവ്ഡ്, അല്ലെങ്കിൽ ഇംപ്രൂവ് യുവർ കണ്ടൻറ്റ് എന്ന സജഷൻ. അപ്രൂവഡ് ആയാൽ അത് ഒരു ദിവസം നോട്ടിഫിക്കേഷനായി വരും. അന്ന് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിനാൽ ഒരു കാര്യം മനസ്സിൽ വെക്കൂ, വെയിറ്റിംഗ് ലിസ്റ്റ് കണ്ട് ടെൻഷൻ അടിക്കണ്ട, മൊബൈൽ എടുത്ത് ചുവരിലെറിയിടണ്ട, ഫേസ്ബുക്കിനെ നമ്മൾ ശപിക്കണ്ട. ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഞാനിതൊക്കെ പറയുന്നത് കേട്ടറിഞ്ഞ കാര്യമൊന്നുമല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. അവസാനമായിട്ട്, വെയിറ്റിംഗ് ലിസ്റ്റ് എന്നത് മോണിറ്റൈസേഷൻ്റെ അവസാന വാക്കൊന്നുമല്ല. അത് മോണിറ്റൈസേഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് മാത്രമാണ്. ശരി.